ഞാൻ പറയണത് ശരിയാണോ എന്ന് എല്ലാവരും കേട്ടിട്ട് എനിക്ക് മറുപടി തന്നെ കേട്ടോ. ഞാൻ ഓപ്പണാണ്. ഓക്കെ, എൻ്റെ ജോബ് എല്ലാവർക്കും അറിയാം. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞേക്കണെയാണ്. ഓക്കെ, അപ്പം ഇത്ര നാളും ഞാൻ ഭയങ്കര ഉഴപ്പായിരുന്നു. എന്നോട് കുറേ പേര് പറഞ്ഞു ഞാൻ 2 വാട്സപ്പ് നോക്കുന്നില്ല, ആർക്കും റീപ്ലൈ തരുന്നില്ല എന്ന്. അപ്പോൾ കുറേ നാളും ഞാൻ ഉഴപ്പിയിട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടെ വീണ്ടും ഞാൻ ആക്റ്റീവായിട്ടുണ്ട്. അപ്പം എല്ലാവരും 2 നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പം ഞാൻ പബ്ലിക്കായിട്ട് നമ്പർ കൊടുക്കുന്ന ഒരാളാണ്. വേറെ കുറേ ആൾക്കാരുണ്ട് ഓരോരോ ലൈവുകളിൽ വലിയ പൊങ്ങച്ചം കാണിച്ച് അവരെന്തോ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് ലൈവ് ഇട്ടിട്ട് നമ്പർ കൊടുക്കും. എന്നിട്ട് അതാണ് ജോബ്, ഇതാണ് ജോബ്, എനിക്ക് അങ്ങനെയുണ്ട്, എനിക്ക് ഇങ്ങനെയുണ്ട്. ചെയ്യുന്ന ജോലി എന്താ? മറവിൽ ഈ കുത്ത് തന്നെയാണ്. ബിജി ചെയ്യണത് മാത്രം എല്ലാവരും അറിഞ്ഞു, അതെൻ്റെ ഇതാണ്, അതെൻ്റെ ഇഷ്ടം. ഓക്കെ, അല്ലാണ്ട് മറ്റുള്ളവരെ പോലെ ലൈവുകളിൽ പതിവൃതിയായിട്ട് ഇരുന്നിട്ട് എന്നാലോ സെയിം ഫീൽഡ് തന്നെ. അതെല്ലാം കണക്കാണല്ലോ. സെയിം ഫീൽഡിൽ എന്തായാലും കുശുമുട്ടും അല്ലേ ഒരാൾ കയറുമ്പം. അങ്ങനെ പിന്നെ ഞാൻ കാശുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവ്, ഞാൻ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവ്. ഓക്കെ, അതിന് അസൂയയും പെട്ടിട്ടോ കുശുപൂത്തിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ചേച്ചി ആക്റ്റീവായിട്ടുണ്ട്. എല്ലാവർക്കും ഇനി റീപ്ലൈ തരുന്നതായിരിക്കും 2 ഫോണിലും. പ്രത്യേകിച്ച് ദുബായ്ക്കാർ തന്നെ മെസ്സേജ് അയക്കുക. നാട്ടിലെ ആൾക്കാർ മെസ്സേജ് അയച്ചോ, സുഖവിവരങ്ങളൊക്കെ തിരക്കിക്കോ കേട്ടോ. ഞാൻ ഫ്രീ ആകുമ്പോഴൊക്കെ ഞാൻ റീപ്ലൈ തരും. പ്രത്യേകിച്ച് ദുബായ്ക്കാർ വേണം മെസ്സേജ് വിടാൻ. അപ്പം ഞാൻ നാട്ടിലൊക്കെ പോവാറായി. ഞാൻ ഈ ഒരാഴ്ചയും കൂടി ഉള്ളൂ ദുബായിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാനിങ്ങനെയാണ് കേട്ടോ. എൻ്റെ അടുത്ത് വരാനും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വരിക, എന്നെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ വോയിസിൽ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എനിക്ക് മറ്റുള്ള പെണ്ണുങ്ങളെ പോലെ എന്താ പറയുക പതിവൃതിയായിട്ട് ഇരിക്കാൻ എനിക്ക് സഹായിക്കത്തില്ല. കാരണം ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. അത് ഞാൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത വഴിയാണ്. ഓക്കെ, അതിന് എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരാൾ ഇവിടെ വരണ്ട. ഞാൻ ആരുടെ വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതിൽ കയറിയിട്ട് ഞാൻ വന്നിട്ടൊന്നുമില്ല. ഓക്കെ, അല്ലാണ്ട് മറ്റുള്ളവരെ പോലെ എന്നാൽ സെയിം ഫീൽഡാണ് കേട്ടോ. ജോലിക്ക് ഇതൊക്കെ തന്നെയായിരിക്കും. ഓക്കെ, പബ്ലിസിറ്റിയിൽ എല്ലാവരും നമ്പർ കൊടുക്കും. ഈ നമ്പർ കൊടുത്തിട്ട് എന്താ കാണിക്കണ? മറവിൽ ഇതാണ് ജോലി. എന്ത് ജോലി? ഞാൻ എടുക്കുന്ന തൊഴിൽ തന്നെയാണ് മറവിൽ ചെയ്യുന്നത്. ഇതൊന്നും പബ്ലിക്കിൽ ഒരാൾ പറയണില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞു ശരിയോ തെറ്റോ നിങ്ങൾ പറ. ഞാൻ പറഞ്ഞു ഇത്ര നേരം പറഞ്ഞു ശരിയാണോ തെറ്റാണോ? കാരണം ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേര് എന്നെപ്പോലത്തെ ഒരു ഇതൊക്കെ ആൾക്കാർ വിളിക്കുമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ട്രിക്കാണ് പബ്ലിക്കിൽ നമ്പർ കൊടുത്തിട്ട് അതാണ് ജോലി, അല്ലെങ്കിൽ ഇതാണ് ഇങ്ങനെയാണ്, ഞാൻ അവിടെയാണ് ഇവിടെയാണ്, എനിക്ക് തുണിക്കച്ചവടമാണ്, അല്ലെങ്കിൽ ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് 2 സലൂണുണ്ട് 3 സലൂണുണ്ട് എന്നല്ല പറയണ്ടേ. അപ്പോൾ ആ നമ്പർ കൊടുക്കുമ്പോൾ ഒരു ആൾക്കാർ വിളിക്കും. അപ്പോൾ അതിൽ നല്ല നല്ല ആൾക്കാർ നോക്കിയിട്ട് ഇവർ ചെയ്യുന്ന പണി എന്താ? ഹോട്ടലിൽ പോവുക, അല്ലെങ്കിൽ അവരുടെ റൂമിലോട്ട് വിളിച്ചു വരുത്തുക, അവർ പണി കൊടുക്കുന്നു. ഇതൊന്നും ഒരു കുഞ്ഞും അറിയണില്ല. നിങ്ങൾക്ക് അറിയില്ലേ? എന്നാൽ നിങ്ങൾ പറ. ചുമ്മാ ആൾക്കാർ നമ്പർ കൊടുക്കുമ്പോൾ ഈ കാണുന്ന ആൾക്കാർക്ക് അവരുടെ നമ്പറിൽ മെസ്സേജ് വിടാതിരിക്കുകയാണോ ചെയ്യുന്നത്? ഈ മെസ്സേജ് വിടുമ്പോൾ ഒരു പെണ്ണ് പബ്ലിക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരുത്തരും ഹായ് വിടും ഇല്ലേ? അവർ സംസാരിക്കും. നല്ല നല്ല ആൾക്കാരെ നോക്കി അവർ പ്രൈവറ്റായിട്ട് എടുക്കും, അല്ലെങ്കിൽ എവിടെയും പോയിട്ട് കുത്തും, അല്ലെങ്കിൽ എവിടെയും ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കും ഇല്ലേ? അപ്പോൾ ബിജി ചെയ്യുന്നത് മാത്രം തെറ്റ്. ഇവളുമാരൊക്കെ ചെയ്യുന്ന തൊഴിലെന്താ? എന്താ തൊഴിൽ? നിങ്ങൾ പറ.